വടകരയെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി UDFന്റെ ജനകീയ കൂട്ടായ്മ. വോട്ടിനു വേണ്ടി വടകരയിൽ വർഗീയ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് CPM സംഘടിപ്പിച്ച സമ്മേളനത്തിന് മറുപടി നൽകാനാണ് UDFും ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വർഗീയ പ്രചരണം നടത്തിയവർ തന്നെ അത് മറ്റുള്ളവർക്ക് മേൽ ആരോപിക്കുന്നതാണ് വടകരയിൽ കണ്ടതെന്നാണ് കൂട്ടായ്മയിൽ സംസാരിച്ച UDFന്റെ നേതാക്കൾ പ്രകടിപ്പിച്ച പൊതുവികാരം. CPM പരിപാടിയിൽ നേതാക്കൾ ഉയർത്തിയ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയുന്നതായിരുന്നു UDFന്റെ നേതാക്കളുടെ പ്രസംഗങ്ങൾ. കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. വർഗീയ പ്രചരണം നടത്തിയാൽ നേട്ടം CPMനല്ല, വർഗീയ കക്ഷികൾക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യം മറക്കരുതെന്ന് സതീശൻ ഓർമ്മിപ്പിച്ചു. ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് UDFന് വേണ്ട എന്നും ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് മാത്രം മതിയെന്നും സതീശൻ വ്യക്തമാക്കി. ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കരുതെന്ന് CPMനോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞാലി സാഹിബിനോടൊക്കെ സംസാരിച്ചിട്ടാ പറഞ്ഞത്, ഒരു കോൺഗ്രസ് അല്ല UDFൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കും, ഞാൻ ഗ്യാരണ്ടി. അശ്ലീല വീഡിയോ പ്രചരണം നടക്കുന്നുവെന്ന ആരോപണം ചീറ്റിയപ്പോഴാണ് CPM വടകരയിൽ വർഗീയ പ്രചരണം നടത്തിയതെന്ന് ആരോപിച്ചു തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കാഫിറെന്ന് വിളിച്ചതിന് തെളിവില്ല, എന്നിട്ടും സ്ഥാനാർത്ഥി തന്നെ അങ്ങനെ വിളിച്ചുവെന്ന് പറയുന്നു. ഇതെല്ലാം വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സതീശൻ ആരോപിച്ചു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇളകി മറിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് വടകരയിൽ മാത്രമാണ്. ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ജനകീയ അംഗീകാരം ഷാഫിക്ക് കിട്ടി. തനിക്ക് പോലും അസൂയ തോന്നിപ്പോയി. പിന്നെ CPMനില്ലാതിരിക്കുമോ? അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും അദ്ദേഹം 3 ആഴ്ച അത് മറച്ചുവെച്ചു. അശ്ലീല വീഡിയോ ചീറ്റിയപ്പോഴാണ് വർഗീയ പ്രചരണം നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വർഗീയ വിഭജനമുണ്ടാക്കാൻ ശ്രമം നടന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ RSS പിന്തുണയോടെയാണ് വിജയിച്ചത്. ഇതാണ് CPMന്റെ അവസരവാദമെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സർക്കാരിന് എതിരായ ശക്തമായ വികാരമുണ്ടാകും. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ CPMന്റെ ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വിദേശത്തേക്ക് പോയി. സതീശൻ വീണ്ടും പരിഹസിച്ചു. ജനകീയ കൂട്ടായ്മയിൽ സംസാരിച്ച മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാമും CPMനെ കടന്നാക്രമിച്ചു. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പേരായിരുന്നു വടകരയിൽ CPMന്റെ പ്രശ്നമായതെന്നായിരുന്നു PMS സലാമിന്റെ വിമർശനം. കോഴിക്കോട് മണ്ഡലത്തിൽ കരീംക എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചവരാണ് വടകരയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തങ്ങളുടെ ഭരണകാലത്തുണ്ടാക്കിയ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് പകരം സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതാണ് കണ്ടതെന്നും PMS സലാം ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം വിഭാഗീയത വർഗീയതയിലുണ്ടാക്കി. കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയെന്ന് CPM തിരിച്ചറിഞ്ഞു. എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അതിനായി എല്ലാ വൃത്തികേടുകളും പ്രയോഗിച്ചു. മുഖ്യമന്ത്രി ഒളിച്ചോടി. രാജ്യത്തെ ഏക CPM മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ബാക്കിയുള്ള CPM നേതാക്കൾ ചിഹ്നം നിലനിർത്താൻ ഓടി നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് പോയത്. യെച്ചൂരി പറഞ്ഞത് കേൾക്കാതെയാണോ മുഖ്യമന്ത്രി പോയത്? വിശ്രമം ഒരാഴ്ച മാറ്റിവെച്ചാൽ എന്താണ് കുഴപ്പം? മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ പിണറായിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഒളിച്ചോടിയത്. അവിടുത്തെ കോൺഗ്രസുകാർ ഈ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് ഓടിക്കുമോ എന്ന ഭയമുണ്ടായി കാണും. PMS സലാം പരിഹസിച്ചു. വടകരയെ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ചേർത്ത് നിർത്തുമെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ചു. മാത്രമല്ല, വടകരയിൽ വിഭാഗീയതയുടെ ആദ്യ സ്വരമുയർത്തിയത് DYFI മുൻ സംസ്ഥാന നേതാവാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. നാടിനെ വിഭജിക്കുന്നവരുടെ പട്ടികയിൽ തന്റെ പേര് കാണില്ല. വ്യക്തിഹത്യ തൊട്ട് വർഗീയ പ്രചരണം വരെ എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞയാളാണ് താൻ. വർഗീയത പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ നല്ലത് 100 തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര നിന്നു കൊടുത്തിട്ടില്ല എന്നത് ജൂൺ 4 വ്യക്തമാകും. കാഫിർ എന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെ എന്തുകൊണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല എന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട്. ഷാഫിയും കോൺഗ്രസും വലിയ രീതിയിൽ പ്രകോപനം കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയതയുടെ തുടക്കം കുറിച്ചത് എവിടെ നിന്നുള്ളത് ഓർക്കാതെ പോകുന്നതാണോ അതോ മനഃപൂർവ്വം ഓർക്കാത്തതാണോ എന്നും ചോദ്യം അവിടെ അപ്പോൾ ബാക്കിയാവുകയാണ്. മാത്രമല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത ലീഗ് നേതാവിനെയും കോൺഗ്രസ് മറന്നു പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. വർഗീയ രാഷ്ട്രീയത്തിന്റെ ഫലം തനിക്ക് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ പറയേണ്ട ഷാഫി ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായമെല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം പറയുമ്പോൾ ചെറുതായെങ്കിലും ആ വിദ്വേഷത്തിന്റെ രുചി അവിടെ അനുഭവിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. വടകരയിലെ വർഗീയതയ്ക്ക് കർട്ടൻ വീഴേണ്ട സമയമായിട്ടും ഇടതും വലതും പരസ്പരം പഴിചാരി വാർത്തകൾ സൃഷ്ടിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള പടയൊരുക്കമായി മാത്രമേ കാണാൻ സാധിക്കൂ.